മണിപ്പൂരടക്കമുള്ള വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസും CPM-ഉം വളരെ വ്യാപകമായി BJP-ക്ക് എതിരായിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മത നേതൃത്വം അടക്കമുള്ളവർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ആളുകൾ അടക്കമുള്ളവർ യേശുദേവന്റെ തന്നെ ഒരു വാക്യത്തെ അവർ മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. യെരുശലേം ദേവാലയത്തിൽ വെച്ച് ജനക്കൂട്ടത്തെ പഠിപ്പിക്കവേ യേശു അപ്രകാരം പ്രഖ്യാപിച്ചു. യേശുദേവൻ പ്രഖ്യാപിച്ചിട്ട് അറിയണം, സത്യം അറിയണം, എന്താണ് മണിപ്പൂരിൽ നടന്നതെന്ന് സംബന്ധിച്ച് സത്യം അറിയാനുള്ള ഒരു താല്പര്യം കാണിക്കുകയും ആ വിഷയത്തിൽ മണിപ്പൂരിലെ ക്രൈസ്തവ നേതൃത്വം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യമെങ്കിലും മിനിമം അറിയാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി ഇത്രയും കാലം BJP പഠിപ്പിച്ചിട്ടും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയ്ക്ക് അടക്കം ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ആരെയും പഠിപ്പിക്കാൻ പോയിട്ടില്ല. ഈ രാജ്യത്ത് സത്യം അറിയാൻ വേണ്ടി നിരവധിയായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതിലൊന്ന് മാധ്യമങ്ങളെ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളും പച്ച നുണയാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്വാധീനം പല ആളുകളിലും ഉണ്ടായി കാണാം. മണിപ്പൂരിൽ നടന്നിട്ടുള്ളത് വംശീയ ലഹളയാണ് എന്നുള്ള കാര്യത്തിൽ മണിപ്പൂരിലെ ക്രൈസ്തവ നേതൃത്വത്തിനൊരു സംശയവുമില്ല. മണിപ്പൂരിലെ മൈത്തേയി, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള പാരമ്പര്യമായിട്ടുള്ള വംശീയ സംഘർഷം, ആ വംശീയ സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ആ മൈത്തേയികളുടെ ഇടയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുണ്ട്, കുക്കികളുടെ ഇടയിൽ ഹിന്ദുക്കളും BJP-യുടെ ഒരു നറേറ്റീവാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് തോമസ് ജെ നെറ്റോയെ പോലുള്ള ആർച്ച് ബിഷപ്പിന് മനസ്സിലാകുന്നില്ല, ദീപികയെ പോലുള്ള ക്രൈസ്തവ പത്രങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അതുപോലെ തന്നെ റോമൻ കത്തോലിക്ക വിഭാഗത്തിന് മനസ്സിലാകുന്നില്ല. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്രശ്നങ്ങളിൽ. ശരിയാണ്, രാഷ്ട്രീയക്കാര് UDF-കാരും LDF-കാരും ഇവിടെ വലിയ നിലയിൽ BJP വിരുദ്ധ നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്, മാധ്യമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ ഇങ്ങനെ മാധ്യമങ്ങളോ രാഷ്ട്രീയ നേതാക്കളോ പറയുന്നത് കേട്ടിട്ടാണോ ഈ ക്രൈസ്തവ സഭാ നേതാക്കൾ ഈ നിലയിൽ പ്രതികരിക്കുന്നത്? ഞാൻ നികേഷ്, എനിക്ക് തടസ്സപ്പെടുത്താതെ കുറച്ച് സമയം തരണം. ഇത് BJP ഉണ്ടാക്കിയ നറേറ്റീവ് അല്ല മണിപ്പൂരിലേത്. മണിപ്പൂരിൽ സംഭവിച്ചിട്ടുള്ളത് വംശീയ പ്രശ്നമാണെന്നുള്ള കാര്യത്തിൽ മണിപ്പൂരിനെ കുറിച്ച് ആധികാരികമായി അറിയുന്ന ഒരാൾക്കും അതിൽ തർക്കം ഉണ്ടാവില്ല. കാരണം മണിപ്പൂരിലെ മൈത്തേയി എന്ന് പറയുന്നതും കുക്കി എന്ന് പറയുന്നതും, ഞാൻ ചോദിക്കട്ടെ, ഏത് ക്രിസ്ത്യൻ വിഭാഗമാണ്? ഏതെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിന് മൈത്തേയി എന്ന് പേരുണ്ടോ? ക്രിസ്ത്യാനികൾ ഏതെങ്കിലും സഭയ്ക്ക് മൈത്തേയി എന്ന് പേരുണ്ടോ, അല്ലെങ്കിൽ കുക്കി എന്ന് പേരുണ്ടോ? ഇല്ലല്ലോ. മൈത്തേയി എന്നും കുക്കി എന്നുള്ളതും അവിടുത്തെ വംശീയമായിട്ടുള്ള പ്രത്യേകതകളുള്ള രണ്ട് വംശങ്ങളാണ്. അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്, മതമില്ലാത്തവരും ഉണ്ടാകാം. അവര് തമ്മിലുള്ള സംഘർഷമാണ്. അവിടെ മൈത്തേയി വിഭാഗത്തിന് പ്രത്യേക താങ്കൾ സമയം തരണമെന്ന് പറയുമ്പോഴും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ എത്രയോ കാലമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എനിക്കതിനപ്പുറത്തേക്ക് ചോദിക്കാനുള്ളത്, നോക്കൂ, സഭാ തലവന്മാർ തന്നെ പക്ഷേ ക്രൈസ്തവ വേട്ടയാണ് അവിടെ നടന്നത് എന്ന് പറയുന്നു. അവർ ചൂണ്ടിക്കാണിക്കുന്നത് 300-ലധികം പള്ളികൾ തകർക്കപ്പെട്ടു എന്നാണ്, 300-ലധികം പേര് മരിച്ചു എന്നാണ്. പ്രധാനമന്ത്രി ഇനി അഥവാ വംശീയ കലാപമാണെങ്കിൽ തന്നെയും ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടി അഹമ്മദാബാദിൽ പോയിട്ട് പോലും മണിപ്പൂരിൽ ഇന്നേ വരെ ചെന്നിട്ടില്ല. സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് തൃശ്ശൂരിൽ വന്നിട്ട് പോലും മണിപ്പൂരിൽ ഒരു തവണ പോയിട്ടില്ല എന്നുള്ളതൊക്കെ ആക്ഷേപമായി നിൽക്കുകയാണ്. അതിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള രണ്ടാമത്തെ പ്രധാന ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ക്രൈസ്തവ സഭ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുന്നത്. ഇനി അത്തരക്കാർക്കൊപ്പം ഇല്ല എന്ന് ശ്രീ സന്ദീപ് വാര്യർ. നികേഷേ, ഒരു ആക്ഷേപം ഉന്നയിക്കുകയും ആക്ഷേപത്തിന് വിശദീകരണം നൽകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപത്തിലുള്ള മറുപടി കൃത്യമായി ജനങ്ങൾ കേൾക്കാൻ നിങ്ങൾ അനുവദിക്കണം. തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, UPA ഭരണകാലത്ത് തന്നെ മണിപ്പൂരിൽ എണ്ണിയാലൊടുങ്ങാത്ത ഈ വംശീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളോളം, ഒരു വർഷത്തിലധികം കാലം മണിപ്പൂരിലേക്ക് സമ്പൂർണ്ണ ബ്ലോക്കേഡായിരുന്നു. അവിടേക്ക് ഇന്ധനം പോലും കടന്നു ചെന്നിരുന്നില്ല. ആ തരത്തിൽ സമ്പൂർണ്ണ ബ്ലോക്കേഡും ഈ വംശീയ കലാപവും അരങ്ങേറി 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അങ്ങോട്ട് കടന്നു ചെന്നിട്ടില്ല. ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ ഇത്തവണ കലാപം ഉണ്ടായ സമയത്ത് അവിടേക്ക് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ അവിടെ 5 ദിവസം തുടർച്ചയായി ക്യാമ്പ് ചെയ്തു. അദ്ദേഹം ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. രണ്ടു കൂട്ടരോടും ആയുധം താഴെ വെക്കാൻ ആവശ്യപ്പെട്ടു. ആയുധം താഴെ വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ സുരക്ഷാ ചുമതലയുള്ള അജിത് ഡോവൽ അടക്കമുള്ളവർ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടു. അങ്ങനെ അവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അവിടെ പള്ളികൾ മാത്രമല്ല, BJP മന്ത്രിമാരുടെ MLA-മാരുടെ ഭവനങ്ങളടക്കം തീ വയ്ക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. BJP രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ BJP പ്രതിനിധികളോട് കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ
അസ്വസ്ഥമായിട്ട് കാര്യമില്ല സന്ദീപേ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളത്തിലെ ഒരു വിഷയം എന്താ അസ്വസ്ഥത? ഞാൻ ഒരു CPM-ന്റെ അസ്വസ്ഥത നേതാവിനോടാണ് നികേഷ് ചോദിക്കുക. നികേഷിന്റെ അല്ലെങ്കിൽ അസ്വസ്ഥത എന്താ? അവതാരക ഞാൻ വേഷത്തിൽ ഇതിന് ഇരിക്കുന്ന മറുപടി ആരും പറയുമ്പോൾ അത് CPM-ന്റെ കേൾക്കരുത് എന്നുള്ളതുകൊണ്ടാണല്ലോ. പ്രതിനിധിയോടാണ് കൂടുതൽ ഞാനിത് ചോദ്യങ്ങൾ സത്യം ചോദിക്കുക. പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചിട്ട് അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പുറത്തേക്ക് നമ്മൾ പുതിയ നികേഷ് കാര്യങ്ങളിലേക്ക് നികേഷ് കടക്കാതിരിക്കുമ്പോൾ ഇതിൽ ഞാൻ എന്നെ തടസ്സപ്പെടുത്തിയിട്ട് ഇത് പഴയതല്ലല്ലോ. അപ്പോൾ അല്ല, പഴയ ചോദ്യങ്ങൾ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്നാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി ഒരു കാര്യം ചെയ്യാം. സന്ദീപ് കേൾക്കൂ. ചോദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചോദ്യം വേണ്ട എങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ പ്ലാസ്റ്റിക് ആയി നിങ്ങൾ മറുപടി തന്നോളൂ. പിന്നെ ആ വിഷയത്തിലേക്ക് വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ. വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉത്തരം കിട്ടുക എന്നുള്ളത് എന്റെ കൂടി ആവശ്യമാണ്. ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ദയവായി. പറഞ്ഞോളൂ നികേഷ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ പറഞ്ഞോട്ടെ. പഴയ കാര്യങ്ങൾ ഇന്ന് ആവർത്തിച്ച് പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ BJPക്ക് എതിരായിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പഴയത് കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള സത്യം പറയേണ്ടി വരും. ഇവിടെ ആ കാര്യങ്ങളെ കുറിച്ച് മുഴുവൻ പറയാൻ ഈ നേതൃത്വങ്ങൾ മുഴുവൻ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു പുനർവിചിന്തനം നടത്തണം. ആരാണ് വാസ്തവത്തിൽ ഈ ക്രൈസ്തവ സംബന്ധിച്ച് ആത്മപരിശോധന നടത്തേണ്ടത്? ഇവിടുത്തെ സഭാ നേതൃത്വം കാര്യങ്ങൾ പഠിക്കണം വൃത്തിയായി, എന്നിട്ടേ പ്രതികരിക്കാവൂ എന്നാണോ സന്ദീപ് വാര്യരുടെയും BJPയുടെയും നിലപാട്? ഇവിടുത്തെ മാധ്യമങ്ങളടക്കം മുഴുവൻ ആളുകളും എന്താണ് നടന്നിട്ടുള്ളത് സത്യം പഠിക്കാൻ തയ്യാറാണ്. മാധ്യമങ്ങൾ കൊടുക്കുന്നതാണ് അവർ വിഴുങ്ങുന്നതെന്നും അതാണ് പിന്നീട് അവർ ഛർദ്ദിക്കുന്നതെന്നും പറയാൻ കഴിയില്ല സാറേ. അല്ല, ഞാൻ എന്റെ അഭിപ്രായം എനിക്ക് പറയാലോ. മാധ്യമങ്ങളടക്കം കേരളത്തിലെ സമൂഹം മുഴുവൻ എന്താണ് വാസ്തവം എന്ന് സംബന്ധിച്ച് ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി, ഒരു ഗവേഷണ ത്വരയോടുകൂടി കാര്യങ്ങൾ സമീപിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആരാണ് ക്രൈസ്തവ ശത്രുക്കൾ? ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൈസ്തവ സഭയെ മുഴുവൻ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അവരുടെ പള്ളികൾ മുഴുവൻ തകർത്ത് അവരുടെ കുട്ടികളെ മുഴുവൻ എത്തിസം പഠിപ്പിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ക്രൈസ്തവയെ സംരക്ഷിക്കാൻ പോകുന്നത്? അതല്ലെങ്കിൽ ഹമാസിന് വേണ്ടി ഐക്യദാർഢ്യ റാലി നടത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാരാണോ ക്രിസ്ത്യാനികളുടെ വലിയ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, ക്രൈസ്തവ സഭയുടെ സുഹൃത്തുക്കൾ? അല്ല, ഞാൻ നിങ്ങളുടെ പാർട്ടി ക്ലാസുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. Debate with MV Nikesh Kumar.